എല്ലാവർക്കും നമസ്കാരം. ശബ്ദം പോയി, കാരണം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശബ്ദം പോയിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ധീരയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉറക്കം കെട്ട ഒരു വിഭാഗം ഇവിടെ ഉണ്ട്, ലഹരി മാഫിയയും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇനി എങ്ങനെ എന്തൊക്കെ ചെയ്താലും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുമായി നമ്മൾ മുന്നോട്ട് പോകും. ഇവിടെ ലഹരി മാഫിയയെ ഒരു തരത്തിലും വളരാനോ ഒരു അക്രമം ഉണ്ടാക്കാനോ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. പിന്നെ ഭീഷണിയൊക്കെ അതൊക്കെ നിങ്ങളെ കയ്യിൽ വെച്ചാൽ മതി. കാരണം ഇക്കഴിഞ്ഞ ദിവസം പോലീസുമായി സഹകരിച്ചിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർക്ക്, ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പോലീസിൽ ഏൽപ്പിച്ച സമയത്ത് അവര് ചില കാരണങ്ങളുണ്ട്, നമ്മുടെ നിയമത്തിന്റെ ഒരു വശം അറിയാം, ആ നിയമവശം അനുസരിച്ചിട്ട് അവരെ വീട്ടിലേക്ക് അയച്ചപ്പോ അവിടെ നിന്നുകൊണ്ട്, അതായത് ഭീരുക്കളെ പോലെ ഒരു വീട്ടിന്റെ ഉള്ളില് ഒരു ഫോൺ കോളിലൂടെ വിളിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് കാണിച്ചു തരാം, നിങ്ങളുടെ വീട്ടുകാർക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്നൊന്നാം തരം പണി തരാന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങളുടെ പണിയും കാത്തിവിടെ ഇരിക്കുന്നുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ മാട്ടൂന്റെ മണ്ണിൽ വന്നിട്ട് നിങ്ങൾ നേർക്ക് നേർ നിന്നിട്ട് നമുക്ക് പണി തരണം. അതിനായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. കാരണം ഇതെല്ലാം വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കൂട്ടം ഇറങ്ങിയിട്ടുള്ളത്. നാടിന്റെ നന്മക്കായിട്ടുള്ള ഒരു കൂട്ടാണ്. ഈ നാടിന്റെ നന്മയ്ക്ക് ഇറങ്ങിയ കൂട്ടത്തോടൊപ്പം ഈ നാട്ടിലെ ഉമ്മമാരുണ്ടെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഈ നാട്ടിലെ ഉപ്പമാരുണ്ട്, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു ധൈര്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവാണ്. നിങ്ങൾക്കും ഒരു അവസരം തരാണ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ സ്വയം മനസ്താപം ഉണ്ടായി പുറത്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷ, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ പൂട്ടുന്ന കാര്യത്തിൽ ധീരയുടെ വളണ്ടിയേഴ്സ് മുമ്പിൽ തന്നെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പറയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ സംസാരിക്കാനുണ്ട്. റോസ്കോ പോലെയുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ നിങ്ങളോട് സംസാരിക്കും. ഒരിക്കൽ കൂടി പറയാണ്, ഭീഷണിയുടെ സ്വരം വേണ്ട. ഒരാളും ഭീഷണിയുമായിട്ട് ധീരന്റെ ആൾക്കാരുടെ അടുത്തേക്ക് വരണ്ട. അത് ഇൻസ്റ്റാഗ്രാമിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും ഏത് പ്ലാറ്റ്ഫോമിലൂടെ ആയാലും അവരൊക്കെ നേരിടാനുള്ള ആർജവത്തോടു കൂടി തന്നെയാണ് ധീരയുടെ ഓരോ ആൾക്കാരും ഇവിടെ നിലകൊള്ളുന്നത്. ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് പറയാണ്, നിങ്ങളുടെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ഇനി ഈ നാട്ടിൽ ലഹരിന്റെ പേരിൽ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു വീട്ടുകാരും അനുഭവിക്കാൻ ധീരയുടെ വളണ്ടിയേഴ്സ് ഉള്ളിടത്തോളം കാലം സമ്മതിക്കൂല. അടിച്ചോടിക്കൂ എന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കുക തന്നെ ചെയ്യും. ഇത്രയും നാൾ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ചെയ്യും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്രയും ആൾക്കാർ ഇത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ നാടിന് വേണ്ടിയിട്ടാണ്, വരാൻ പോകുന്ന ഒരു വലിയ തലമുറക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. മരണം എന്നാലും ഒരു പ്രാവശ്യം ഉണ്ടാവും. ഇങ്ങനെ മരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ.